വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്ന പോലെ പല ആവർത്തി ഞാൻ ഈ പേര് മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ. കാരണം ഈ രാജ്യത്തെപ്പറ്റി എട്ടും പൊട്ടും തിരിയാതെയാണ് ഞങ്ങളിവിടെ വിമാനമിറങ്ങിയിരിക്കുന്നത്. തികച്ചും ആകസ്മികമായി. പാസ്പോർട്ടിന്റെ കാലാവധി പ്രശ്നത്തിൽ അബുദാബി എയർപോർട്ടിൽ നിന്നും അസർബൈജാനിലേക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ അവസാന നിമിഷത്തിലെടുത്ത ഒരു സാഹസിക തീരുമാനമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. അബുദാബി എയർപോർട്ടിലെ ജീവനക്കാരൻ തന്ന ഒരു ടൂർ ഗൈഡ് പെൺകുട്ടിയുടെ നമ്പർ കയ്യിലുണ്ട്. അത് മാത്രമാണ് ഏക ആശ്വാസം. മഹിലിയോ എന്നാണ് അവളുടെ പേര്. ഞങ്ങളുടെ സമയം നല്ലതാകിയാൽ തൽക്കാല സമയത്ത് അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തായാലും എയർപോർട്ടിൽ നിന്നും ഒരു സിം കാർഡും എടുത്ത് അവിടെ ഇരുന്ന് തന്നെ ഒരു ഹോട്ടലും ബുക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. നല്ല തണുപ്പ്, ശൈത്യം തുടങ്ങിയിരിക്കുന്നു. ഒരു ടാക്സിയിൽ ഞങ്ങൾ താഷ്കന്റ് നഗരത്തിലേക്ക് യാത്ര തുടങ്ങി. എയർപോർട്ടിൽ നിന്നും ബുക്ക് ചെയ്ത ഒരു ടാക്സിയാണിത്. വഴിയിലൊക്കെ മഞ്ഞ് വീണ് ഐസ് കട്ട പിടിച്ച് കിടപ്പുണ്ട്. കട്ട മിറാബാദ് സ്ട്രീറ്റിലുള്ള അൽ അർദ അവന്യൂ ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ശൈത്യകാലമായതിനാൽ മരങ്ങളൊക്കെ ഇലപൊഴിച്ച് വെറും ചില്ലകൾ മാത്രമായാണ് നിൽപ്പ്. അതിനും ഒരു മനോഹാരിതയുണ്ട്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ നഗരം പ്രശസ്തമായ സിൽക്ക് റൂട്ടിന്റെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. സിൽക്ക് റൂട്ട് എന്നത് പുരാതന കാലത്ത് ചൈനയും യൂറോപ്പും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന ഒരു പാതയാണ്. ചൈനയിലെ സിൽക്ക് അഥവാ പട്ട് ഉൾപ്പെടെയുള്ള വിലപ്പെട്ട വസ്തുക്കൾ ഈ വഴിയിലൂടെയായിരുന്നു യൂറോപ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാതയ്ക്ക് സിൽക്ക് റൂട്ട് എന്ന പേര് ലഭിച്ചു. 15-ാം നൂറ്റാണ്ടിൽ പുതിയ കടൽ മാർഗങ്ങൾ കണ്ടെത്തിയതോടെ സിൽക്ക് റൂട്ടിന്റെ പ്രാധാന്യം കുറയാൻ തുടങ്ങി. സാമാന്യം ഭേദപ്പെട്ട റോഡുകളാണ് ഇവിടെയുള്ളത്. വഴിയരികിൽ പഴയ സോവിയറ്റ് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ. ഞങ്ങളങ്ങനെ പ്രധാന പാതയിൽ നിന്നും മാറി ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഹോട്ടലിൽ എത്തിച്ചേർന്നു. അധികം പകിട്ടും പൊലിമയും ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഹോട്ടലാണിത്. എൻ്റെ ആദ്യ യാത്രകളിൽ ഞാൻ ബുക്ക് ചെയ്തിരുന്നത് സാമാന്യം ആഡംബര ഹോട്ടലുകളായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി അതിൽ അധികം കാര്യമില്ല എന്ന്. കാരണം നമ്മളൊരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ഹോട്ടലിൽ വളരെ തുച്ഛമായ സമയം മാത്രമേ ചിലവഴിക്കുകയുള്ളൂ. കാലത്ത് 7-8 മണിയോടെ പുറത്തിറങ്ങുന്ന നമ്മൾ രാത്രി ഏകദേശം അതേ സമയത്തോടെ തിരികെ വരികയുള്ളൂ. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം, ഉറങ്ങണം. അതിന് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ആവശ്യമില്ല എന്ന തിരിച്ചറിവാണ് ഈ മനംമാറ്റത്തിന് കാരണം. മാത്രമല്ല, ഇങ്ങനെ മിച്ചം വരുന്ന നല്ലൊരു തുക നമ്മൾക്ക് മറ്റ് ആവശ്യങ്ങൾക്കായി ചിലവഴിക്കാനും സാധിക്കും. ഇവനാണ് ആലംഗീർ. ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനായി ഒരു വണ്ടിയും അവൻ തരപ്പെടുത്തി തന്നു. അധികം വൈകാതെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഹിലിയോയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹോട്ടലിലും പരിസരത്തും ഐസ് കട്ട പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പ്. വഴിയരികിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട് ആർത്തിയോടെ അങ്ങോട്ട് നടന്നെങ്കിലും അത് പൂട്ടിയിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ ഭാഗ്യദേവത വേണ്ടുവോളം കടാക്ഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഹോട്ടൽ പൂട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞങ്ങൾ വണ്ടിയെടുത്ത് ആലംഗീർ പറഞ്ഞ ഒരു പ്രധാന നഗരചതുരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ചിലൻസാർ സ്ട്രീറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ചിലൻസാർ എന്ന് ഞാൻ മലയാളീകരിച്ച് പറഞ്ഞെങ്കിലും ഇവിടുത്തുകാരിത് ഉച്ചരിക്കുന്നത് അങ്ങനെയല്ല. നല്ല ചൂട് കൊഴുക്കട്ട എടുത്ത് വായിലിട്ട് ചിലൻസാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവരുടെ ഒരു പൊതു സംസാര ശൈലി. വൈകാതെ ഞങ്ങൾ ചിലൻസാർ സ്ട്രീറ്റിനോരത്തുള്ള യൂറി ഗഗാറിൻ പ്രതിമയുടെ മുന്നിലെത്തി. മനോഹരമായ ഒരു പ്രതിമ. യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശത്ത് പോയ സോവിയറ്റ് യൂണിയന്റെ മഹാനാണ്. 1961 ഏപ്രിൽ 12 ബോക്ടോക്ക് 1 എന്ന ബഹിരാകാശ നൗകയിലൂടെയാണ് അദ്ദേഹം പ്രയാണം നടത്തിയത്. ഏകദേശം 327 കിലോമീറ്റർ ഉയരത്തിൽ 108 മിനിറ്റായിരുന്നു അദ്ദേഹത്തിന്റെ ആ ചരിത്രയാത്ര. 327 കിലോമീറ്റർ എന്നുള്ളത് ഒരു വലിയ ദൂരമായി നമുക്ക് തോന്നില്ലെങ്കിലും ഒരു സാധാരണ യാത്രാവിമാനം പറക്കുന്ന ഉയരം 11 കിലോമീറ്റർ ആണെന്ന് ഓർക്കുമ്പോൾ അതിന്റെ ഉയരത്തെപ്പറ്റി ഒരു ഏകദേശ ധാരണ നമ്മൾക്ക് കിട്ടും. ഏപ്രിൽ 12 ലോക ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നു. 1961 ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഒരു ദേശീയ ആരാധ്യ പുരുഷനായി. 1968 മാർച്ച് 27 പരിശീലന പറക്കലിനിടെ വിമാനം അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. പ്രാവുകളുടെ ഒരു കേന്ദ്രമാണ് ഈ തെരുവ്. വഴിയരികിൽ ചെറിയ ചെറിയ കടകൾ. അത്ര വൃത്തിയൊന്നുമില്ലാത്ത ഒരു ചത്തുരം. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കിയാണ് ഞങ്ങൾ ഈ തെരുവിലൂടെ നടക്കുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു സുന്ദരക്കുട്ടന്റെ ചായക്കടയുടെ മുന്നിലെത്തി. ചായയുടെ വില കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. 10,000 സോം. സോം എന്നത് ഉസ്ബക്കിന്റെ കറൻസിയാണ്. പെട്ടെന്നാണ് ഞാൻ ഓർത്തത്, ഒരു ദിർഹം ഏകദേശം 3500 സോമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ₹1 ഏകദേശം 150 സോം. അപ്പോൾ ചായയുടെ വില 3 ദിർഹത്തിനടുത്ത് വരും. ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറെ പ്ലാസ്റ്റിക് കുപ്പിയുമായി ഒരു കാർണവർ ഞങ്ങളെ അഭിവാദ്യം ചെയ്ത് കടന്നുപോയി. ഞങ്ങൾ യാത്ര തുടർന്നു. ഞാൻ വീണ്ടും മഹിലിയോയെ ഫോണിൽ വിളിച്ചു. ഭാഗ്യം, ഇത്തവണ അവൾ ഫോൺ എടുത്തു. ഏതോ ക്ലാസ്സിലായിരുന്നതിനാൽ നേരത്തെ എടുക്കാൻ പറ്റാത്തതിന്റെ ഖേദമറിയിച്ചു. അവൾ നാളെ രാവിലെ ഞങ്ങൾക്കൊപ്പം ചേരാമെന്നും അറിയിച്ചു. മനസ്സിനൊരു ചെറിയ സമാധാനം. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാജിക് സിറ്റി എന്ന വിസ്മയ ലോകത്തേക്കാണ്.
21 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന പാവപ്പെട്ടവന്റെ ഡിസ്നിലാൻഡ് എന്നറിയപ്പെടുന്ന മാജിക് സിറ്റി. പാതയോരത്ത് വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങൾ മാജിക് സിറ്റിയിലേക്ക് നടന്നു. വഴിയരികിൽ കീ ചെയിനുകളും മറ്റ് അലങ്കാര വസ്തുക്കളും വിൽക്കുന്ന ഒരു വല്യമ്മ. വല്യമ്മയ്ക്ക് എൻ്റെ പുത്രനെ വലിയ ഇഷ്ടമായി. അവർ അവനോട് കൊഴുക്കട്ട ഭാഷയിൽ എന്തൊക്കെയോ ചോദിച്ചു. അവൻ നാണം കുണുങ്ങി ചിരിച്ചുകൊണ്ട് നിൽപ്പാണ്. വല്യമ്മ ആംഗ്യഭാഷയിൽ പറയാൻ നോക്കി. കുണുങ്ങി ചിരിച്ചുകൊണ്ട് അവനും ആംഗ്യഭാഷയിൽ അവരോട് എന്തൊക്കെയോ മറുപടി പറഞ്ഞു. ഒടുവിൽ ആ വല്യമ്മ അവന് ഒരു കൈ നിറയെ ചോക്ലേറ്റും സമ്മാനിച്ച് ഞങ്ങളെ യാത്രയാക്കി. ആയിരക്കണക്കിന് മൈലുകൾക്കക്കരെ നിന്നും വന്ന ഞങ്ങൾക്ക് ഇനി ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ആ വല്യമ്മ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ ഒരു പിടി മിഠായികൾ സമ്മാനിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ എന്തുകൊണ്ടോ ഈറനണിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മനം കവർന്ന താഷ്കൻഡിലെ വല്യമ്മ ഇപ്പോഴും ആ പാതയോരത്ത് കീ ചെയിനുകൾ വിൽക്കുന്നുണ്ടാവും. കുട്ടികൾക്ക് ചോക്ലേറ്റും കൊടുക്കുന്നുണ്ടാവും. ഞങ്ങൾ മാജിക് സിറ്റിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. നേരം ഇരുണ്ടു തുടങ്ങിയിരുന്നു. മാജിക് സിറ്റിയിൽ കാണാൻ പോകുന്ന കാഴ്ചയുടെ ആവേശത്തിൽ കുട്ടികൾ മുന്നിൽ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നാളത്തെ യാത്രയുടെ ചിന്തകളായിരുന്നു. മഹിലിയോ കാലത്തു തന്നെ എത്തുമോ? പേരുപോലെ തന്നെ അവൾ സുന്ദരിയായിരിക്കുമോ?